ഹലോ, ഇനി ഫ്രീ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടോ എന്ന് വെച്ച് എനിക്ക് മെസ്സേജ് അയക്കരുത്. അതിന്റെ വീഡിയോ ആണ്, കുറച്ച് ലെങ്തി ആയി തോന്നും, പക്ഷെ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ഈ വെക്കേഷനും കുറച്ചുകൂടെ ഫ്രൂട്ട്ഫുൾ ആക്കി, അതായത് കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ ഫുള്ളായി കണ്ട് കേട്ട് മനസ്സിലാക്കി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഫുൾ വീഡിയോ കാണണേ. ഹലോ മക്കളെ, ഞാനിതാ വീണ്ടും വീഡിയോ ആയിട്ട് എത്തി. എനിക്ക് മെസ്സേജിന്റെ ഒരു മഴയാണ്. ടീച്ചറെ നമ്മളെ മറന്നോ, കഴിഞ്ഞ വെക്കേഷനിലുള്ളതുപോലെ ക്ലാസ്സുകളുണ്ടോ, ടീച്ചറിന്റെ വീഡിയോസ് എവിടെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജസിന്റെ മഴയാണ്. പക്ഷെ ഞാൻ തിരിച്ചു എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്താ നിങ്ങൾ ഇത്ര നാൾ എനിക്ക് മെസ്സേജ് അയക്കാത്തത്? വെക്കേഷൻ ആകുമ്പോൾ മാത്രമേ ടീച്ചറിന് ഓർമ്മയുള്ളൂ. പക്ഷെ ഞാനത് ചോദിക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഈ തവണയും ഉണ്ട്. ലെവൽ 1 ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യും. 4 ബാച്ചസ് കംപ്ലീറ്റ് ആയതാണ്. 4th ബാച്ച് ആരും ലെവൽ 2ലേക്ക് എലിജിബിൾ ആയിട്ടില്ല. നമ്മുടെ ആദ്യം എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾ തന്നെ ഉള്ളൂ ലെവൽ 2. അതിന്റെ ക്ലാസ്സസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഡ്രാഗായി ഈ ഒരു വെക്കേഷനിലേക്ക് എത്തി. പിന്നെ ലെവൽ 1 ക്ലാസിന്റെ 5th ബാച്ച് സ്റ്റാർട്ടാകും. അതെന്തായാലും April 10th ഓടെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഡേറ്റ്സ് കൺഫേം ആയിട്ടില്ല, അത് അറിയിക്കും. അതിൽ ചേരാൻ ലെവൽ 1 ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചേരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് മെസ്സേജ് ചെയ്യാം. അവരുടെ ഡീറ്റെയിൽസ്, പേര്, ക്ലാസ്, സ്ഥാപനത്തിന്റെ പേര് ഇത് അയക്കാം. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ ഇത്തവണ ഒരു സെപ്പറേറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് വരാറുണ്ടായിരുന്നു. ഞാൻ പരമാവധി എല്ലാവർക്കും മറുപടി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പലതും ലേറ്റ് ആയിട്ടാണ് കൊടുക്കാൻ സാധിച്ചത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൽ പല കുട്ടികളും ഒരുപാട് പിറകോട്ടാണ്. ലൈക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ അക്കാദമിക്സ് പരമായിട്ട് പറയുന്ന സമയത്ത് കുട്ടികൾക്ക് ഈ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഒരുപാട് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കൂടിയും അത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് മാറ്റിവെച്ച് അല്ലാതെ ഇപ്പൊ കുട്ടികൾക്കൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൽ കുറച്ച് ഒരു ടിപ്സും കാര്യങ്ങളും അത്യാവശ്യമായിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് പല കുട്ടികൾക്കും അതിന്റെ ബേസ് ഇല്ല എന്നുള്ളതാണ് ഫാക്ട്. അപ്പൊ ഈ വെക്കേഷനിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്ലാസ് എന്ന് പറയുന്നില്ല, എന്നാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിപ്പോ ഓരോ ക്ലാസ് ലെവൽ, അതായത് ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഒരു മിഡിൽ സ്കൂൾ കുട്ടികൾക്ക്, അതല്ല ഹയർ ലെവൽസിലുള്ള കുട്ടികൾക്ക്, അങ്ങനെ 3 രീതിയിൽ ബേസിക്, ഹയർ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ എഴുതാൻ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിലുള്ള ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിൽ ചേരാൻ താല്പര്യമില്ല, അതായത് ലെവൽ 1 അല്ലെങ്കിൽ ലെവൽ 2 കുട്ടികൾക്കും ഇതിൽ ഉൾപ്പെടാം. കാരണം ഇത് പ്രത്യേകിച്ചിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക്, അതായത് സ്റ്റുഡൻസ്, ലൈക്ക് സ്കൂൾ സ്റ്റുഡൻസ് ആയാലും ശരി, കോളേജ് സ്റ്റുഡൻസ് ആയാലും ശരി, അതല്ല ടീച്ചേഴ്സ് ആയാലും ശരി, ഈ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് എന്നുള്ള ഒരു സെഗ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോഴും നമ്മൾ ഇത്തവണ സ്പെഷ്യലായിട്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിലുള്ള കുറച്ച് ക്ലാസ്സസ് ആണ്. അപ്പൊ അതിൽ ചേരാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്റെ നമ്പർ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്പർ. ഇപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായും എന്റെ നമ്പർ അറിയുന്നുണ്ടാവും. ആ നമ്പറിലേക്ക്, എന്റെ ഓഫീസ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, ലൈക്ക് എനിക്ക് ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ താല്പര്യം ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ചിട്ട് നമ്മൾ ലെവൽ 1 പോലെ ഹെവി ആയിട്ട് ഹോംവർക്ക്സ് ഒന്നും ഉണ്ടാവില്ല, അത് സത്യമാണ്. ബട്ട് സ്റ്റിൽ ഹോംവർക്ക്സ് ഉണ്ട്. അപ്പൊ ഈ ഹോംവർക്ക്സ് കംപ്ലീറ്റ് ആയാലും മാത്രമേ സർട്ടിഫിക്കേഷൻ പോസിബിൾ ആയുള്ളൂ. അതായത് ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൽ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അത് ഉറപ്പാണ്. അത് ആദ്യമേ പറയാം. മുഴുവൻ ക്ലാസ്സസും മുഴുവൻ ഹോംവർക്ക്സും കംപ്ലീറ്റ് ആവണം. പക്ഷെ ലെവൽ 1 പല കുട്ടികളുടെ പേരൻസും പറഞ്ഞ ഇതാണ്, ടീച്ചറെ വെക്കേഷൻ അല്ലേ, അതുകൊണ്ട് ഹോംവർക്ക് ചെയ്യാൻ മടിയാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞിരുന്നു. കാരണം ഒരുപാട് കുട്ടികൾ ലെവൽ 1 ക്ലാസ്സസ് ഫുള്ള് ഫോളോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഹോംവർക്ക്സ് കംപ്ലീറ്റ് ആയിട്ടില്ല, ക്ലാസ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അതൊക്കെ കൊണ്ടാണ് പലർക്കും
സർട്ടിഫിക്കറ്റ് കിട്ടാതെ പോയത്. ഓക്കെ, എന്നിരുന്നാലും കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പേഴ്സണലി മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു. അത് വളരെയധികം സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, അത് വളരെയധികം ഊർജ്ജം നൽകിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഈ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് എന്നുള്ള, അതായത് ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് ഞാൻ വീണ്ടും പറയാണ്, ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിന്റെ ഫുൾ വാസ്റ്റ് ഏരിയ ഒന്നും നമ്മൾ കവർ ചെയ്യുന്നില്ല. ബട്ട് ബേസിക് ആയിട്ട്, അതായത് ഇപ്പോൾ ഒരു അധികം നമുക്കറിയാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ അധികം വരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഡിസ്ക്രൈബ് ദ പിക്ചർ, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ദ ഇവന്റ്, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു വെക്കേഷന് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്ന് പറയാം. ഇതൊക്കെ എന്താണ്, ഒരു തരത്തിൽ നമ്മളൊരു കാര്യത്തെ വിവരിച്ച് എഴുതുക എന്നുള്ളതാണ് ശരിക്കും ഈ ഡിസ്ക്രൈബിങ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്റ്റുഡന്റിനെ കാര്യം പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ കാര്യം പറയുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇപ്രാവശ്യം ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. പിന്നെ എനിക്ക് വരുന്ന മെസ്സേജസ്, ടീച്ചറെ ഓഫ്ലൈൻ ക്ലാസ്സസ് ഒന്നും ഫ്രീ അല്ല മക്കളെ. ഇപ്രാവശ്യം ഓൺലൈൻ ക്ലാസ് ഒന്നും ഞാൻ പെയ്ഡ് ആയിട്ട് എടുക്കുന്നില്ല. ഓൺലൈൻ ക്ലാസ് ആയിട്ട് നമ്മൾ വെക്കേഷൻ ക്ലാസ് എടുക്കുന്നില്ല. കഴിഞ്ഞ തവണ ഒരുപാട് ഓൺലൈൻ ക്ലാസ് വെക്കേഷൻ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് മൊത്തത്തിൽ ഈ നമ്മുടെ ലെവൽ 1 ക്ലാസ്സും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സും, അതുകൂടാതെ മറ്റ് നമ്മുടെ ഡെയിലി കാര്യങ്ങൾ, എനിക്കും ഉണ്ട് 2 കുട്ടികൾ വീട്ടിൽ. നമ്മൾ ടോം ആൻഡ് ജെറി പോലത്തെ 2 പേരുണ്ട് ഇവിടെയും. അപ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും കൂടി മാനേജ് ചെയ്യുമ്പോൾ കുറച്ച് ഹെവി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ്, വെക്കേഷൻ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നില്ല. ഓഫ്ലൈൻ ആയിട്ട് ഓഫീസിൽ മാത്രമേ വെക്കേഷൻ ക്ലാസ് ഉള്ളൂ. ഇംഗ്ലീഷ്, AI, റോബോട്ടിക്സ്, പിന്നെ ബേസിക് കമ്പ്യൂട്ടർ, ബേസിക് മാത്തമാറ്റിക്സ്, പിന്നെ അതുപോലെ തന്നെ ക്യാൻവ ഡിസൈൻ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കോഴ്സസ് ഉണ്ട്. അത് നേരിട്ടാണ് ക്ലാസ്. അത് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, അത് പെയ്ഡ് കോഴ്സാണ്, ഫീസ് അടച്ച് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഈ ഞാൻ പറഞ്ഞ ഈ ലെവൽ 1 ക്ലാസ് ആയാലും ശരി, അതല്ല ലെവൽ 2ലേക്കുള്ള ക്ലാസ് ആയാലും ശരി, അതുമല്ല ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് ക്ലാസ് ആയാലും ശരി, തീർത്തും സൗജന്യമാണ്. 1 രൂപ പോലും നിങ്ങൾ ചിലവാക്കേണ്ട. പക്ഷെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവണം നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ. പിന്നെ നിങ്ങൾ തയ്യാറായിരിക്കണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷെ ലെവൽ 1 ഹെവി ഒന്നും ആക്കില്ല ടീച്ചർ ഹോംവർക്ക്. കാരണം ഇതിൽ കൂടുതലായിട്ടും ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ പറ്റണം. അതിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളത്. പക്ഷെ വർക്കിൽ ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, വർക്ക് അത്ര ഹെവി ആയിരിക്കില്ല എന്നേ ഉള്ളൂ. ലെവൽ 1 നിങ്ങൾ നേരിട്ട് ആ ഒരു ഹെവി ഹോംവർക്ക്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആരെങ്കിലും ഭാഷ പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും വൊക്കാബുലറി ബിൽഡിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ലെവൽ 1 പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് ബാച്ച് 5 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. പിന്നെ ലെവൽ 1 ചെയ്യാത്ത കുട്ടികൾക്ക് ലെവൽ 1 ചെയ്യാം. ഈ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിന്റെ കൂടെ തന്നെ നിങ്ങൾ തയ്യാറാവണം. ഇപ്പോൾ എന്താ പറയുക, വെക്കേഷനാണ്, എനിക്ക് മടിയാണെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ലെവൽ 1 ആപ്റ്റാണെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയ കാര്യമാണ്. എന്തായാലും ബാച്ച് 5 ലെവൽ 1 സ്റ്റാർട്ട് ആവുന്നു. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിന്റെ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നു. ലെവൽ 2യുടെ ക്ലാസ് അതായത് ലെവൽ 2 ലെവൽ 1 കഴിഞ്ഞവർക്കേ ഉള്ളൂ. അവർക്കുള്ള ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ആവും. ഓക്കെ, അപ്പോൾ ടീച്ചർ മറന്നിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ കുറേ ബീഡ് വർക്ക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ഹോബി കാര്യങ്ങളുമായിട്ട് നീങ്ങിയപ്പോഴും കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ടീച്ചറെ ഈ വെക്കേഷനിൽ ടീച്ചർ മുത്തും പിടിച്ചിരിക്കരുത്, നമ്മളെ മറക്കരുത്. അപ്പോൾ ടീച്ചർക്കും അതേ പറയാനുള്ളൂ. വെക്കേഷനിൽ മാത്രമല്ല, അല്ലാത്ത സമയങ്ങളിലും ടീച്ചറിനെ ഓർക്കുക കേട്ടോ. ബീഡ്സ് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ സൈഡാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെയൊന്നും മറന്നുകൊണ്ട് ഞാൻ ബീഡ്സ് വർക്കിലേക്ക് കടക്കില്ല. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം, നിങ്ങൾക്ക് ഏതിലാണോ ചേരേണ്ടത്, ലെവൽ 1 അതല്ല ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിലാണെങ്കിൽ അതല്ല അത് രണ്ടിലും പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. കോളൊന്നും ചെയ്യേണ്ടതില്ല. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. പേര്, ക്ലാസ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ അത്, പിന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്, ഇത്രയും ഡീറ്റെയിൽസ് ഇട്ട് താഴെ ഏതിലാണ് ചേരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മെസ്സേജ് ചെയ്യുക. ഇപ്പം എൻ്റെ നമ്പർ അറിയാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഈ വീഡിയോയുടെ താഴെ ഇടാം നമ്പർ. പിന്നെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. താല്പര്യമുള്ള കുട്ടികൾ, അതായത് എനിക്ക് തോന്നുന്നു സ്കൂൾ കുട്ടികൾക്ക് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിന്റെ ക്ലാസ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെപ്പോലെ തന്നെ ആവശ്യമുള്ള പലരും ഉണ്ടാവും. ഇതിൽ സ്വാർത്ഥത വിചാരിക്കാതിരിക്കുക. പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. എന്തായാലും ക്ലാസ്സിന് നിങ്ങൾ തയ്യാറെടുത്ത് വരുന്ന സമയത്ത് നോട്ട്ബുക്കും പെന്നും ഒക്കെ റെഡിയാക്കണം. പിന്നെ പ്രത്യേകിച്ച് തയ്യാറെടുക്കാനൊന്നുമില്ല. നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. ഞാനിത് പഠിക്കാനാണ് വരുന്നത്. പക്ഷെ ഇത് ഭയങ്കര ടൈറ്റോ അല്ലെങ്കിൽ ഹെവി ആയിട്ടൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഫീൽ ആവില്ല. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്കിത് നടപ്പിലാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇനി ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.